അസ്സലാമലൈക്കും. തോപ്പലാൻ സാറാണ്. അപ്പോൾ ബുറൈദയിലാണല്ലോ കേട്ടോ. അപ്പോൾ നമ്മുടെ കുറേ ചങ്ക്സിൻ്റെ കൂടെ ഒന്ന് എക്സസൈസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഫസ്റ്റ് ദിവസമാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വന്ന്. അപ്പം നമ്മുടെ കുറേ ആൾക്കാരുണ്ട്. ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയ ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ ഭായിമാരുണ്ട്, റിയൽ റണ്ണേഴ്സ്, അത് തന്നെ. അപ്പോൾ എന്താണ് അവരെ ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്ക് സപ്പോർട്ടായിട്ട് ഇവിടെ ഉള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്നാൽ നമുക്ക് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം. ബുറൈദ റിയൽ റണ്ണേഴ്സ് എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരണപ്പെട്ടിരിക്കുന്നത് സൗദി പൗരനായിട്ടുള്ള സുലൈമാൻ മുഹമ്മദ് ബിൻ അൽ ഷഹൈബിയുടെ നേതൃത്വത്തിലാണ്. പ്രവാസികളും അതേപോലെ തന്നെ സൗദി പൗരന്മാരും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു പരിപാടിയാണ്. അപ്പം നമ്മുടെ പ്രാക്ടീസൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ വരിക. ഫ്രീ ആയിട്ടുള്ള സർവീസും കാര്യങ്ങളൊക്കെയാണ്. നല്ല ട്രെയിനിങ് ആണ്. മലയാളികളായിട്ടുള്ള നേതൃത്വത്തിലാണുള്ളത്. السلام عليكم ورحمة الله وبركاته. سعداء بتواجدكم معنا في هذا الصباح الجميل من صباح الجميل المشي ثم تمارين الإطالة. هذه هي رسالتنا للمجتمع، مشاة بريدة وكذلك مشاة المملكة جميعا. تحياتي للجميع. ആരോഗ്യ സംരക്ഷണം, ആഹാര നിയന്ത്രണം, നിത്യവ്യായാമത്തിലൂടെ, അതാണ് നമ്മളെ ഹെഡിങ്. നമ്മളിവിടെ ഒരുപാട് പ്രവാസികളുണ്ടല്ലോ, രാവിലെ എണീക്കൂല, അതാണ് പ്രശ്നമുണ്ട്. എല്ലാവരും നമ്മൾ ഈ ഗ്രൂപ്പിൽ എത്തിപ്പെടുകയാണെങ്കിൽ നമുക്കിവിടെ ഈ ഗ്രൗണ്ടിൽ നമുക്ക് എല്ലാവർക്കും നമുക്ക് വർക്കൗട്ടൊക്കെ കൊടുത്ത് നമ്മൾ ആരോഗ്യം നമുക്ക് നിലനിർത്താൻ പറ്റും. അതിനു വേണ്ടി നമ്മളെല്ലാവരും ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർ ജോയിൻ ചെയ്യിപ്പിക്കുക. هدفنا نشر ثقافة المشي في المجتمع والإصحاح البيئي كل صباح بعد الفجر بقيادة القائد أبو علي. تحياتي للجميع. شكرا لك أبو عبد الرحمن. ഞങ്ങൾ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ സുബഹിസ്കാരം കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 2 റൗണ്ട് ഓടും. 1.5 കിലോമീറ്ററാണ് ഒരു റണ്ണിങ്ങിൽ. അങ്ങനെ 2-3 റൗണ്ട് ഓടിയതിനു ശേഷം വർക്കൗട്ടാണ്. ഒരു 3/4 മണിക്കൂർ വർക്കൗട്ട് ഉണ്ടാവും. ഇതിന് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് മെയിൻ ഉദ്ദേശം എന്താ വെച്ചാൽ എല്ലാവരും ഒരു ഫിറ്റാക്കി എടുക്കുക. അതാണ് നമ്മുടെ ഉദ്ദേശം. നമ്മുടെ മാഷാണ് ഇത് ഇക്ബാൽ പുത്രത്താണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബുറൈദയിൽ എവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇവിടെ അസ്കാൻ പാർക്കിൽ കസിം ഹോസ്പിറ്റലിൻ്റെ ബാക്ക് ഭാഗത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പഴയ ഉത്തൈമാളുടെ സൈഡ് ഭാഗം. ഇവിടെ വന്നിട്ട് എല്ലാവർക്കും ഇതിൽ ജോയിൻ ചെയ്യുക. ഇതിന് പ്രത്യേക ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിന് ടൈമാണ് പ്രധാനം. നമ്മൾ സുബഹിസ്കാരം കഴിഞ്ഞ ഉടനെ വരിക, ഇതിൽ ജോയിൻ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇതിന് പറ്റുന്നവരൊക്കെ വരിക. എല്ലാവരും ഇതിൽ ജോയിൻ ചെയ്യാൻ നോക്കുക. നമ്മൾ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കുക. ഇത് നമുക്കൊരു വലിയ മുതൽക്കൂട്ടാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇതിൽ എത്തിച്ചേരാൻ നോക്കുക.